Hello friends, welcome back to my channel. ഇന്ന് നമുക്കൊരു ക്രിസ്മസ് ക്രാഫ്റ്റ് ആയാലോ. ഇന്ന് പാസ്ത യൂസ് ചെയ്ത് ഒരു ടേബിൾ ടോപ്പ് ക്രിസ്മസ് ട്രീ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനു വേണ്ടി കട്ടിയുള്ള ഒരു വൈറ്റ് പേപ്പർ വേണം. ഈ പേപ്പർ ഒന്ന് കോൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കോൺ ഷേപ്പിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മെയിനായിട്ട് വേണ്ടത് ഷെൽ ഷേപ്പിലുള്ള പാസ്ത ആണ്. ഓരോ പാസ്ത എടുത്തിട്ട് അതിൽ ഗ്ലൂ ആക്കി ഈ കോണിൻ്റെ താഴെ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്ലൂ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പാസ്താൻ്റെ നടുവിലായിട്ട് കൊടുക്കരുത്, ഏതെങ്കിലും ഒരു എൻഡിൽ കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ചെരിച്ച് വേണം ഒട്ടിക്കാനായിട്ട്. ഓരോന്നോരോന്നായി ഒപ്പം വെച്ച് താഴത്തെ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പം ആദ്യത്തെ സർക്കിൾ കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് ലെയർ സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് ലെയർ ചെയ്യുമ്പോൾ താഴെ ലെയറിൽ ഏതെങ്കിലും രണ്ട് ഷെൽസിൻ്റെ നടുവിലായിട്ട് വേണം ആദ്യത്തെ ഷെല്ല് ഫിക്സ് ചെയ്യാനായിട്ട്. പിന്നെ ബാക്കി ആ ലെയറും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒപ്പം വെച്ച് പോവാം. ഇപ്പം എല്ലാ ലെയേഴ്സും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫൈനൽ ലെയറാണ്. ഫൈനൽ ലെയർ ചെയ്യുമ്പം അതിൻ്റെ ടോപ്പിൽ പോയിൻറ്റഡ് ആയിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ ബേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുമ്പം ഇതുപോലെ നൂല് പോലെ കുറച്ച് വേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ കൈ കൊണ്ടൊന്ന് മെല്ലെ മാറ്റി കൊടുക്കാം. നെക്സ്റ്റ് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് സിൽവർ കളർ സ്പ്രേ പെയിൻറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, താഴെ ആവാതിരിക്കാനായിട്ടൊരു ഷീറ്റ് വെച്ച് കൊടുക്കണം. നെക്സ്റ്റ് നമുക്കിതിൻ്റെ ടോപ്പിൽ ഒരു റിബൺ ബോ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഒപ്പം കുറച്ച് റെഡ് ബീഡ്സും കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് ഇന്നത്തെ പാസ്ത ടേബിൾ ടോപ്പ് ക്രിസ്മസ് ട്രീൻ്റെ ഫൈനൽ ലുക്ക്. ഇത് നേരിട്ട് കാണാൻ ഒന്നുകൂടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ക്യാമറയിലൂടെ കാണുമ്പോൾ ഇതിൻ്റെ നേരിട്ടുള്ള ഒരു ഭംഗി കിട്ടണില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു പാസ്ത വെച്ച് ചെയ്യുന്ന ക്രാഫ്റ്റ് ഷെൽ ഷേപ്ഡ് പാസ്ത മാത്രമല്ല, മറ്റുള്ള ഷേപ്സും കൂടെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലുക്ക് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ സെയിം സംഭവം പിസ്താഷ്യോ ഷെൽസിലും ചെയ്യാം. അപ്പോഴും അത് ഇതുപോലൊക്കെ തന്നെ ഉണ്ടാവും കാണാനായിട്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.